ഹായ്. അപ്പോൾ ഇന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. ആക്ച്വലി എപ്പോൾ നേരത്തെ കൂടി എനിക്കിങ്ങനെ സർപ്രൈസ് എന്ന് അറിയാമെന്ന് വെച്ചാൽ ഇപ്പം വിളിച്ച് പറഞ്ഞാണ് ഡെലിവറി പാർട്ണർ താഴെ വന്നിട്ടുണ്ടെന്ന്. സോ നമ്മളത് വാങ്ങാൻ പോവാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്, എന്നാലും ഇപ്പോഴും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. യെസ്, നോക്കാം. താങ്ക് യു. സോ ഇത്രയും ഗിഫ്റ്റ്സ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത്. ഇതെന്തൊക്കെയാ നോക്കാം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ടി വന്ന ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. എനിക്കും പ്രീതിക്കും പിന്നെ അഖിലിന് വേണ്ടിയിട്ട് ലിറ്റു അയച്ച ഗിഫ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ ആക്ച്വലി പ്രീതിക്ക് ഭയങ്കര വിശന്നിട്ടായിരിക്കുന്നത്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കഷ്ടപ്പെട്ട് പാവം ബുദ്ധിമുട്ടി ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണമല്ലോ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ടിരിക്കുവാണ്. അത് ലിറ്റിൽ ഹാർട്ട്സ് ആണ്, അതിൻ്റെ കുറച്ച് പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്സ് ആണ്, കുക്കീസാണ് വരുന്നത്. പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിൽക്ക് കേക്കാണ് അമൂലിൻ്റെ. ഇത് കാല ലൈക്ക് അങ്ങനെ ഒരു പേരാണ് ഇതിന്. പിന്നെ ഇതൊരു ബോക്സാണ്. ഇതിൻ്റെ ബോക്സിലൊരു ചെയിനാണുള്ളത്. അപ്പോൾ ഇതെനിക്ക് അറിയത്തില്ല ചെയിനാണോ എന്ന്. എനിക്ക് സാധാരണ ഈ ബോക്സുകളൊന്നും പൊട്ടിക്കാനേ കിട്ടാറില്ല. അപ്പോൾ സ്ഥിരം എനിക്ക് ഇവളാണ് പൊട്ടിച്ചു തരാറ് എല്ലാതും. അപ്പോൾ അത് ഇവൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇനി ഞാനത് ചെയിൻ കിട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഞാൻ അവിടെ സൈഡിൽ വെച്ചു. പിന്നെ അടുത്ത ഓപ്പൺ സീക്രട്ടാണ്, അതും പൊട്ടിക്കാൻ കിട്ടാതെ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു കുക്കിയുടെ പാക്കറ്റ്, പിന്നെ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു വലിയൊരു ഗിഫ്റ്റ് ബോക്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഓപ്പൺ സീക്രട്ട് എന്താ സംഭവം, എന്ത് സീക്രട്ടാണ് അതിനകത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളോട് കൊടുത്തിരിക്കുകയാണ്. അവൾ കാര്യമായിട്ട് സീക്രട്ടൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് അവളത് തുറക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ബോക്സൊക്കെ തുറക്കാൻ. അവൾ വളരെ ഈസി ആയിട്ട് എല്ലാ ബോക്സും തുറക്കും. അപ്പോൾ അങ്ങനെ സീക്രട്ട് ഒരുപാട് ഇതിൽ കുക്കീസാണുള്ളത്. കുക്കീസ് എന്ന് പറയുമ്പോൾ നോർമലുള്ള കുക്കീസ് അല്ല കേട്ടോ, ഫുള്ളും എന്താ പറയുക നട്ട്സാണ്. അതിൽ ഡേറ്റ്സ് ഉണ്ട്, കാഷ്യൂ ഉണ്ട്, ബദാം ഉണ്ട്, അങ്ങനെ ഫുൾ നട്ട്സാണ്, ചോക്ലേറ്റ് ആണ്. പ്രീതിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. അവളിങ്ങനെ എടുത്തിങ്ങനെ കഴിക്കുമായിരുന്നു, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഹോം ഡെക്കർ പോലെ ദീപാവലിയുടെ ലൈറ്റ്സിൻ്റെ ഡിസൈനിലുള്ള നല്ല 2 ഡെക്കർ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അത്. അതുപോലെ പിന്നെ ദീപാവലി കാർഡ് ഉണ്ടായിരുന്നു. കാർഡും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാർഡ് ഇഷ്ടമായി. പിന്നെ അടുത്തത് നമുക്ക് ഉണ്ടായിരുന്നത് ഇതിൻ്റെ 2 കുക്കീസിൻ്റെ ഒരു കേക്ക് പോലെ ബോക്സസ്, അങ്ങനെ ഓരോ 3 കുക്കിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബദാം കാഷ്യൂ, അതുപോലെ തന്നെ മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഓരോരോ പാക്കറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ഗിഫ്റ്റ് ബോക്സിൽ. പിന്നെ ഇത് ക്യാൻഡിലും അതുപോലെ തന്നെ ഒരു ബോക്സിൽ നമ്മുടെ പൂത്തിരിയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സംഭവമാണ്. ദീപാവലിയുടെ സെലിബ്രേഷൻ അല്ലേ. ഇപ്പോൾ ക്യാൻഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളത് ലഡ്ഡു ആണെന്ന് വിചാരിച്ചു, നമ്മളത് കഴിച്ച് നോക്കണോ ലഡ്ഡു ആണോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ക്യാൻഡിലാണ്. അതാണ് പ്രീതി ഇങ്ങനെ തൊട്ട് നോക്കുക. അപ്പോൾ ക്യാൻഡിലാണെന്ന് ഞങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ട് നോക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ബോക്സും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ബോക്സിൽ ഈ പൂത്തിരി ആയിരുന്നേ. പിന്നെ ഇവിടെ ഒരു ഡേറ്റ്സിൻ്റെ ബൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓരോന്ന് ടേസ്റ്റ് ചെയ്യാം. പ്രീതി കുറേ നേരമായിട്ട് അവൾ അടിപൊളിയാണെന്ന് പറഞ്ഞ സാധനമാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അത് കൊള്ളായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മൊത്തത്തിൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി. കാരണം മധുരമായിട്ട് അങ്ങനെയല്ല, ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കുറേ നമ്മുടെ ലിറ്റിൽ ഹാർട്ട്സ് ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ പ്രീതി ഓപ്പൺ ചെയ്ത് വെച്ചായിരുന്നു. അതും ഞാനെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ കുറേ ബോക്സിൽ ഓരോ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഞാൻ അധികം മധുരം കഴിക്കാത്തതുകൊണ്ട്, ഷുഗർ കട്ടൊക്കെയാണ്. പിന്നെ ഗിഫ്റ്റ് ആയതുകൊണ്ട് കഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാഷ്യൂൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മിക്സഡ് ഡ്രൈ നട്ട്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കുക്കീസ് ഉണ്ടായിരുന്നു, ഇതും ഞാൻ കഴിച്ചില്ല. ഈ യൂണിബിക്ക് ഉണ്ടായിരുന്നു, ഇതും ഞാൻ കഴിച്ചില്ല. പിന്നെ അതാ ഈ ഒരു കുക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചില്ല, ഡ്രൈ ഫ്രൂട്ടിൻ്റെയാണ്. ഇത് നേരത്തെ പ്രീതി കാണിച്ചെന്ന ഡെക്കറാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ ഡോറിൽ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ കുക്കീസ്, അതൊക്കെ ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കുന്നതാണ്, പക്ഷെ എന്നാലും സ്ഥിരമല്ല. പിന്നെ പിസ്തയുടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെയിൻ ഞാൻ കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര രസമാണ് കാണാൻ. എനിക്ക് വീഡിയോയിൽ അത്രയും കാണാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര രസമായിരുന്നു കാണാൻ കേട്ടോ. എനിക്കത് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള പരിപാടിയാണ്. ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് വീണ്ടും ഒരു പാക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതാ വീണ്ടും ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഒത്തിരി സാധനങ്ങളായിരുന്നു ഇന്ന് വന്ന ഗിഫ്റ്റിലുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കലാകാന്ത്, അതാണ് ഇതിൻ്റെ പേര്, കലാകാന്ത് ഞാൻ കുറച്ചുകൂടി കഴിക്കുവാണ്. അപ്പോൾ പ്രീതിക്ക് ഇത്രയും മധുരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ഷുഗർ കട്ടായിട്ടും ഞാൻ കുറച്ച് കലാകാന്ത് എടുത്ത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഗിഫ്റ്റ്സ്. അപ്പോൾ ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.